ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ബിഫാം കോഴ്സുമായി ബന്ധപ്പെട്ട സിലബസ് അനുസരിച്ചുള്ള ഫാർമസ്യൂട്ടിക്സ് ക്ലാസ്സുകളാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, എക്സാമിന് നിങ്ങളെ സഹായിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഫ്രണ്ട്സിന് കൂടെ സജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെയാണ് തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്രചോദനം. സോ കീപ് സപ്പോർട്ടിങ് മീ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ ഡിസ്പേർഷൻ എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. കൊളോയിഡൽ ഡിസ്പേർഷൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് ഡിസ്പേർഷനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന പർപ്പസിനായി ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്. കൊളോയിഡൽ ഡിസ്പേർഷനകത്ത് ലോ മോളിക്കുലാർ വെയ്റ്റ് വാട്ടർ സോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസും ഇലക്ട്രോലൈറ്റ്സും ഒക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സിനെയും ലോ മോളിക്കുലാർ വെയ്റ്റ് വാട്ടർ സോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസിനെയും ഒക്കെ റിമൂവ് ചെയ്താൽ മാത്രമേ പ്യുവർ കൊളോയിഡൽ സോൾ ഒബ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. സോ ആ ഒരു പർപ്പസിന് വേണ്ടി കൊളോയിഡൽ ഡിസ്പേർഷനെ പ്യൂരിഫൈ ചെയ്യുന്ന പർപ്പസിന് വേണ്ടി കോമൺലി യൂസ് ചെയ്യുന്ന 3 മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, അൾട്രാ ഫിൽട്രേഷൻ. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത് ഡിഫ്യൂഷൻ പ്രോസസ്സാണ്. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഹെൽപ്പോടുകൂടെ കൊളോയിഡൽ ഡിസ്പേർഷനകത്തുള്ള അയൺസും ലോ മോളിക്കുലാർ വെയ്റ്റ് ഇമ്പ്യൂരിറ്റീസും എല്ലാം റിമൂവ് ചെയ്യുന്നു. ഇതാണ് ഡയാലിസിസിൻ്റെ പ്രിൻസിപ്പിൾ. Ions or molecules are removed from a colloidal dispersion by diffusion through a semi-permeable membrane. അപ്പോൾ ഡയാലിസിസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഡയാലിസിസ് അസംബ്ലി എങ്ങനെയാണെന്ന് നോക്കാം. ഡയാലിസിസ് ചെയ്യുന്നതിനായിട്ടുള്ള സെറ്റപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ അസംബ്ലിക്കകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ് ഞാൻ ആദ്യം പറയാം. ഇതിനകത്തൊരു വെസൽ ഉണ്ട്, കണ്ടോ, ഇതൊരു വെസൽ. ഈ വെസലിനകത്ത് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇൻലെറ്റ് ഉണ്ട്, ഔട്ട്ലെറ്റ് ഉണ്ട്. വാട്ടർ ഇതുവഴി വെസലിനകത്തോട്ടേക്ക് വരുന്നു, ഇപ്പുറത്തൂടെ പുറത്തോട്ടേക്ക് വരുന്നു. ഓക്കെ, ഈ വാട്ടർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെസലിനകത്ത് ഒരു ഗ്ലാസ് ട്യൂബ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒരു ഹോളോ ഗ്ലാസ് ട്യൂബ് ഈ വെസലിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഹോളോ ഗ്ലാസ് ട്യൂബ് കാണാവുന്നതാണ്. ഈ ഹോളോ ഗ്ലാസ് ട്യൂബിൻ്റെ ഒരു സൈഡിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഹോളോ ഗ്ലാസ് ട്യൂബിൻ്റെ ഒരു സൈഡിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ട്യൂബിനകത്താണ് കൊളോയിഡൽ ഡിസ്പേർഷൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് കൊളോയിഡൽ ഡിസ്പേർഷൻ. ഈ ഹോളോ ഗ്ലാസ് ട്യൂബിനകത്ത് കൊളോയിഡൽ ഡിസ്പേർഷൻ ആണുള്ളത്. കൊളോയിഡൽ ഡിസ്പേർഷനകത്ത് ലോ മോളിക്കുലാർ വെയ്റ്റ് ഇമ്പ്യൂരിറ്റീസും ഇലക്ട്രോലൈറ്റ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഡയാലിസിസ് ചെയ്യുന്നതിനായിട്ടുള്ള അസംബ്ലി. ഒരു വെസൽ, ആ വെസലിനകത്ത് വെള്ളമാണുള്ളത്, വാട്ടറാണുള്ളത്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഫ്രഷ് വാട്ടർ ഇടയ്ക്കിടയ്ക്ക് ഈ വെസലിനകത്തോട്ടേക്ക് വരുന്നുണ്ട്. ഇനി ഹോളോ ഗ്ലാസ് ട്യൂബിൻ്റെ ഒരു സൈഡിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൊളോയിഡൽ ഡിസ്പേർഷൻ എടുത്തിട്ടുണ്ട്. ഈ ഹോളോ ഗ്ലാസ് ട്യൂബ് വെസലിനകത്തോട്ടേക്ക് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഡയാലിസിസ് ചെയ്യുന്നതിനായിട്ടുള്ള സെറ്റപ്പ്. ഇനി ഞാൻ പറഞ്ഞു, ഇവിടെ നടക്കുന്നത് ഡിഫ്യൂഷൻ പ്രോസസ്സാണ്. ഹോളോ ഗ്ലാസ് ട്യൂബിനകത്തുള്ള കൊളോയിഡൽ ഡിസ്പേർഷനിൽ നിന്നും ലോ മോളിക്കുലാർ വെയ്റ്റ് ഇമ്പ്യൂരിറ്റീസും ഇലക്ട്രോലൈറ്റ്സും എല്ലാം ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി പുറത്തുള്ള വെസലിലുള്ള വാട്ടറിലോട്ട് പെർമിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, വാട്ടറിലോട്ട് പെർമിയേറ്റ് ചെയ്യുന്നു. ഹോളോ ഗ്ലാസ് ട്യൂബിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന കൊളോയിഡൽ ഡിസ്പേർഷനകത്ത് നിന്നും അയൺസും ഇലക്ട്രോലൈറ്റ്സും ലോ മോളിക്കുലാർ വെയ്റ്റ് ഇമ്പ്യൂരിറ്റീസും എല്ലാം ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി പുറത്തുള്ള, അതായത് വെസലിലുള്ള വാട്ടറിലോട്ട് പെർമിയേറ്റ് ചെയ്യുന്നു. കൊളോയിഡ്സിൻ്റെ സൈസ്, മോളിക്കുലാർ വെയ്റ്റൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ കൊളോയിഡ്സിന് ഈ സെമി പെർമിയബിൾ മെംബ്രെയിനെ ക്രോസ് ചെയ്ത് പുറത്തോട്ടേക്ക് വരാൻ കഴിയില്ല. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഹോളോ ഗ്ലാസ് ട്യൂബിനകത്ത് തന്നെ റീറ്റെയിൻ ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ലോ മോളിക്കുലാർ വെയ്റ്റ് ഇമ്പ്യൂരിറ്റീസ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഹെൽപ്പോട് കൂടെ, അതായത് ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ പ്രോസസ്സാണ് ഡയാലിസിസ്.
ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ഒരു ഹോളോ ഗ്ലാസ് ട്യൂബ്, ആ ഹോളോ ഗ്ലാസ് ട്യൂബിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കൊളോയിഡൽ ഡിസ്പേർഷൻ എടുക്കുന്നത് ഈ ഒരു ഹോളോ ഗ്ലാസ് ട്യൂബിലാണ്. എന്നിട്ട് അതൊരു വെസലിലേക്ക് ഇറക്കി വെക്കുന്നു. ആ വെസലിൽ വാട്ടർ ആണുള്ളത്. സോ ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി ലോ മോളിക്കുലാർ വെയ്റ്റ് സൊല്യൂട്ടും അയോൺസും എല്ലാം ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി ഡിഫ്യൂസ് ചെയ്ത് പുറത്തുള്ള വെസലിലുള്ള വാട്ടറിലോട്ട് എത്തുന്നു. കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അതിന് സെമി പെർമിയബിൾ മെംബ്രെയിനെ ക്രോസ് ചെയ്ത് പുറത്തേക്ക് വരാൻ കഴിയില്ല. സോ അത് ആ ഹോളോ ഗ്ലാസ് ട്യൂബിനകത്ത് തന്നെ റീറ്റെയിൻ ചെയ്യും. ഇങ്ങനെ നമുക്ക് ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി കൊളോയിഡൽ ഡിസ്പേർഷനെ പ്യൂരിഫൈ ചെയ്യാവുന്നതാണ്. അടുത്ത മെത്തേഡ് ഇലക്ട്രോ ഡയാലിസിസ് ആണ്. ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഡയാലിസിസിൻ്റെ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതായത് ഡിഫ്യൂഷൻ പ്രോസസ്സ് തന്നെയാണ് ഇലക്ട്രോ ഡയാലിസിസിൻ്റെയും പ്രിൻസിപ്പിൾ. ഇവിടെ ഒരേ ഒരു വ്യത്യാസമുള്ളത് സെമി പെർമിയബിൾ മെംബ്രെയിൻ നെക്രോസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിഫ്യൂഷൻ പ്രോസസ്സ് കുറച്ചുകൂടെ റാപ്പിഡായിട്ട് നടക്കും. അയൺസും മോളിക്യൂൾസും എല്ലാം സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി റാപ്പിഡായി ഡിഫ്യൂസ് ഔട്ട് ചെയ്യും. അതാണ് ഇലക്ട്രോ ഡയാലിസിസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ഇലക്ട്രോ ഡയാലിസിസ് സെല്ല് കാണാവുന്നതാണ്. ഈ ഇലക്ട്രോ ഡയാലിസിസ് സെല്ലിനകത്ത് 3 കമ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. ഇത് ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ്, സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് ആൻഡ് തേർഡ് കമ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ 3 കമ്പാർട്ട്മെൻറ്റ്സ് ആണ് ഒരു ഇലക്ട്രോ ഡയാലിസിസ് സെല്ലിനകത്തുള്ളത്. സെൻറ്റർ കമ്പാർട്ട്മെൻറ്റും ഈ സെൻറ്റർ കമ്പാർട്ട്മെൻറ്റിന് പുറത്തായിട്ട് 2 ഔട്ടർ കമ്പാർട്ട്മെൻറ്റ്സും ആണ് ഉള്ളത്. സെൻറ്റർ കമ്പാർട്ട്മെൻറ്റിൽ കൊളോയിഡൽ ഡിസ്പേർഷൻ ആണ് എടുക്കുന്നത്. ഔട്ടർ കമ്പാർട്ട്മെൻറ്റിൽ വാട്ടർ ആണുള്ളത്. ഈ സെൻറ്റർ കമ്പാർട്ട്മെൻറ്റിനെ 2 സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി അല്ലെങ്കിൽ ഡയാലിസിസ് മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡയാലിസിസ് മെംബ്രെയിന് സപ്പോർട്ടായിട്ടൊരു സ്ക്രീനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി 2 ഔട്ടർ കമ്പാർട്ട്മെൻറ്റിലും 2 ഇലക്ട്രോഡ്സ് കൂടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഔട്ടർ കമ്പാർട്ട്മെൻറ്റിൽ ഉള്ളത് വാട്ടർ ആണ്. അതുകൂടാതെ ഓരോ ഔട്ടർ കമ്പാർട്ട്മെൻറ്റിലും ഇലക്ട്രോഡ് കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ നെക്രോസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോ ഡയാലിസിസ് സെല്ലിനകത്ത് 3 കമ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. ഒരു സെൻറ്റർ കമ്പാർട്ട്മെൻറ്റ്, അതിന് പുറത്തായി 2 ഔട്ടർ കമ്പാർട്ട്മെൻറ്റ്. സെൻറ്റർ കമ്പാർട്ട്മെൻറ്റിൽ കൊളോയിഡൽ ഡിസ്പേർഷൻ ആണ് എടുക്കുന്നത്. ഈ സെൻറ്റർ കമ്പാർട്ട്മെൻറ്റിനെ ഔട്ടർ കമ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഡയാലിസിസ് മെംബ്രെയിൻ ആണ്. ഈ ഡയാലിസിസ് മെംബ്രെയിനിന് സപ്പോർട്ടായിട്ടൊരു സ്ക്രീൻ കൂടെ ഉണ്ടായിരിക്കും. ഔട്ടർ കമ്പാർട്ട്മെൻറ്റിൽ വാട്ടറും ഇലക്ട്രോഡ്സുമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഇലക്ട്രോ ഡയാലിസിസ് ചെയ്യുന്നതിനായിട്ടുള്ള സെറ്റപ്പ്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ. ഡയാലിസിസ് മെംബ്രെയിൻ നെക്രോസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊളോയിഡൽ ഡിസ്പേർഷനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ചാർജ് അനുസരിച്ച് അത് ഓരോ കമ്പാർട്ട്മെൻറ്റിന് നേരെയും മൂവ് ചെയ്യുന്നു. ആനിയോൺസ് ആണ് കൊളോയിഡൽ ഡിസ്പേർഷനകത്തുള്ളത് എങ്കിൽ അത് ആനോഡ് കമ്പാർട്ട്മെൻറ്റിന് നേരെയും, കാഥോഡ്സ് ആണ് കൊളോയിഡൽ ഡിസ്പേർഷനകത്തുള്ളത് എങ്കിൽ അത് കാഥോഡ് കമ്പാർട്ട്മെൻറ്റിന് നേരെയും മൂവ് ചെയ്യുന്നു. കൊളോയിഡൽ പാർട്ടിക്കിൾസ് അത് ക്യാരി ചെയ്യുന്ന ചാർജിനനുസരിച്ച് അതത് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്തിട്ടുള്ള കമ്പാർട്ട്മെൻറ്റിനടുത്തോട്ടേക്ക് നീങ്ങുകയും താഴെ സെൻറ്റർ കമ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ വന്ന് അതിൻ്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അത് അവിടെ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യുന്നു. നോൺ ഇലക്ട്രോലൈറ്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് കൊളോയിഡൽ ഡിസ്പേർഷനകത്തുള്ളത് എന്നുണ്ടെങ്കിൽ അത് 2 ഔട്ടർ കമ്പാർട്ട്മെൻറ്റിലോട്ടുമായിട്ടാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോ ഡയാലിസിസിൻ്റെ പ്രിൻസിപ്പിൾ സിമിലർ ടു ഡയാലിസിസ് ആണ്. ഡിഫ്യൂഷൻ ആണ് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. സെൻറ്റർ കമ്പാർട്ട്മെൻറ്റിലാണ് കൊളോയിഡൽ ഡിസ്പേർഷൻ എടുക്കുന്നത്. ഈ സെൻറ്റർ കമ്പാർട്ട്മെൻറ്റിൻ്റെ 2 സൈഡിലുമായി ഔട്ടർ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. വാട്ടർ കണ്ടെയ്നിങ് ഔട്ടർ കമ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. 2 ഔട്ടർ കമ്പാർട്ട്മെൻറ്റിലും ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ആനോഡും ഒരു കാഥോഡും പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ നെക്രോസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊളോയിഡൽ ഡിസ്പേർഷനകത്തുള്ള ആനോഡ് കമ്പാർട്ട്മെൻറ്റിന് നേരെയും കാഥോഡ് കമ്പാർട്ട്മെൻറ്റിന് നേരെയുമാണ് മൂവ് ചെയ്യുന്നത്. നോൺ ഇലക്ട്രോലൈറ്റ് ഇമ്പ്യൂരിറ്റീസ് 2 കമ്പാർട്ട്മെൻറ്റിലോട്ടുമായിട്ടാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. കൊളോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അതിന് ഡയാലിസിസ് മെംബ്രെയിനെ പെർമിയേറ്റ് ചെയ്ത് പോകാൻ കഴിയില്ല. സോ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അത് ക്യാരി ചെയ്യുന്ന ചാർജിനനുസരിച്ച് അതത് മെംബ്രെയിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തിട്ട് അതവിടെ താഴെ
സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, താഴെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ സെൻറ്റർ കമ്പാർട്ട്മെൻറ്റിലുള്ള സൂപ്പർനേറ്റൻ ലിക്വിഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്യുവർ കൊളോയിഡൽ സോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. ഇതാണ് ഇലക്ട്രോ ഡയാലിസിസ് പ്രോസസ്സ്. കൊളോയിഡൽ ഡിസ്പേർഷൻ പ്യൂരിഫൈ ചെയ്യുന്നതിനുള്ള അടുത്ത മെത്തേഡ് അൾട്രാ ഫിൽട്രേഷൻ ആണ്. ഓർഡിനറി ഫിൽറ്റർ പേപ്പർ വെച്ച് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഓർഡിനറി ഫിൽറ്റർ പേപ്പറിൻ്റെ പോർ സൈസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഓർഡിനറി ഫിൽറ്റർ പേപ്പർ വഴി കൊളോയിഡൽ പാർട്ടിക്കിൾസ് എല്ലാം പുറത്തോട്ടേക്ക് പോവും. സോ ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി കൊളോഡയോൺ, സെല്ലോഫെയിൻ, സെല്ലുലോസ് അസറ്റേറ്റ് പോലെയുള്ള മെറ്റീരിയൽസ് ഇംപ്രിഗ്നേറ്റ് ചെയ്തിട്ടുള്ള മോഡിഫൈഡ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഫിൽറ്റേഴ്സിനെയാണ്, അതായത് കൊളോഡയോൺ, സെല്ലോഫെയിൻ, സെല്ലുലോസ് അസറ്റേറ്റ് പോലെയുള്ള മെറ്റീരിയൽസൊക്കെ വെച്ച് ഇംപ്രിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഓർഡിനറി ഫിൽറ്റർ പേപ്പർ, അങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഫിൽറ്റർ പേപ്പറിനെയാണ് അൾട്രാ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. അൾട്രാ ഫിൽട്രേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് കൊളോയിഡൽ ഡിസ്പേർഷൻ എടുത്തിരിക്കുന്നത്. കൊളോയിഡൽ ഡിസ്പേർഷനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ലോ മോളിക്കുലാർ വെയ്റ്റ് ഇമ്പ്യൂരിറ്റീസും ഇലക്ട്രോലൈറ്റ്സും ഒക്കെ ഉണ്ട്. നമുക്ക് അതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പ്യുവർ കൊളോയിഡൽ സോളാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അൾട്രാ ഫിൽറ്റേഴ്സാണ്. കൊളോഡയോൺ, സെല്ലോഫെയിൻ, സെല്ലുലോസ് അസറ്റേറ്റ് പോലെയുള്ള മെറ്റീരിയൽസ് വെച്ച് ഇംപ്രിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഫിൽറ്റർ പേപ്പർ, മോഡിഫൈഡ് ഫിൽറ്റർ പേപ്പറാണ് ഈ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. വയർ മെഷിൻ്റെ സപ്പോർട്ടോട് കൂടെ ഒരു സെലോഫെയിൻ മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് മെംബ്രെയിൻ ഈ കമ്പാർട്ട്മെൻറ്റിന് താഴെയായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഫിൽട്രേഷൻ പ്രോസസ്സ് റാപ്പിഡായി നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് വാക്യൂം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യാം. പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. സോ അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫാസ്റ്ററായിട്ട് ഡിഫ്യൂഷൻ നടക്കും. കൊളോയിഡൽ ഡിസ്പേർഷനകത്തുള്ള ലോ മോളിക്കുലാർ വെയ്റ്റ് വാട്ടർ സോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസും ഇലക്ട്രോലൈറ്റ്സും എല്ലാം 0.003 മൈക്രോൺ സൈസുള്ള പോർ സൈസ് വരുന്ന ആ മെംബ്രെയിൻ വഴി പുറത്തോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. കൊളോയിഡൽ പാർട്ടിക്കിൾസ് മാത്രമായിരിക്കും ആ കമ്പാർട്ട്മെൻറ്റിൽ റീറ്റെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് കൊളോയിഡൽ സോളിനെ പ്യൂരിഫൈ ചെയ്യാവുന്നതാണ്. മോഡിഫൈഡ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് കൊളോയിഡൽ ഡിസ്പേർഷനകത്തുള്ള ലോ മോളിക്കുലാർ വെയ്റ്റ് വാട്ടർ സോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസിനെയും ഇലക്ട്രോലൈറ്റ്സിനെയും ഒക്കെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് അൾട്രാ ഫിൽട്രേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് കൊളോയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ ഡിസ്പേർഷൻ എന്ന് പറയുന്ന വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. 4th സെം എക്സാം ഒക്കെ വരികയാണ്. ഇപ്പോൾ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. ഒന്നും പിന്നോട്ടേക്ക് മാറ്റി വെക്കേണ്ട. ഇനി എത്ര ദിവസം ഉണ്ടെന്ന് കൃത്യമായിട്ട് നോക്കുക, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, അതിനനുസരിച്ച് പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു.